ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് 1 kg വെയിറ്റ് വരുന്ന ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ടെൻഡർ കോക്കനട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അതിനുശേഷം ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 2 പിഞ്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആദ്യം ജസ്റ്റ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ബൗളിൽ വെച്ചിട്ട് തന്നെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ 1 kg മെഷർമെൻറ്റ് വരുന്ന കേക്കിന് നമ്മളെപ്പോഴും 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ 4 മുട്ട ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൈദ അളന്ന അതേ കപ്പിൽ തന്നെ പൊടിച്ച പഞ്ചസാര കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോമിൽ ആവുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ഫോം ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഓവർ ബീറ്റിംഗ് വേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊരു 3 ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം മിൽക്ക് ഒഴിക്കുന്നത് നമ്മുടെ ബാറ്റർ ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാറ്റർ ടൈറ്റായെന്ന് തോന്നുമ്പോൾ നമ്മൾക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 160 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സ് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അതല്ല സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3/4 മണിക്കൂർ പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 കരിക്കിൻ്റെ ഫ്ലഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചെറിയൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പല്ല യൂസ് ചെയ്തിട്ടുള്ളത്, കരിക്കിൻ്റെ വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് നമ്മളൊരു 3 കുറച്ച് മധുരത്തിനനുസരിച്ച് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് നമ്മളിത് കേക്ക് സോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒരു തിൻ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ നടുക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ്സ് ഇതുപോലെ വെച്ച് കൊടുക്കാം. കരിക്കിൻ്റെ ഫില്ലിങ് നമുക്ക് ഇതിനകത്ത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് നട്ട്സ് നമുക്കിഷ്ടമുള്ള ഫില്ലിങ്സൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കരിക്കിൻ്റെ ഫ്ലഷ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ സെക്കൻഡ് ലെയറും തേർഡ് ലെയറൊക്കെ ഈ സെയിം പ്രോസസ്സിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വിപ്പിംഗ് ക്രീം തേച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ സൈഡിലൊരു ബോർഡർ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ ഒരു ഫില്ലിങ്സ് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തേർഡ് ലെയർ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് വെച്ച് കരിക്കിൻ്റെ ഈ വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത കേക്ക് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ ഫൈനൽ ഐസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫൈനൽ ഐസിങ് നമ്മൾ കുറച്ച് കട്ടിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം. അതായത് ഏകദേശം ഒരു അര ഇഞ്ച് തിക്നെസ്സിൽ തന്നെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം നല്ല ക്ലിയറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മൾ ഈ ഒരു കേക്ക് ഫിനിഷ്ഡ് ആക്കി എടുക്കാനായിട്ട് നോക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് നമ്മളിതിൻ്റെ സൈഡ്സിലും ടോപ്പിലൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മുടെ കേക്കിൻ്റെ ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പിൽ അവൈലബിൾ ആണ്. നമ്മളിതുപോലെ ഫുള്ളായിട്ടും ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെ നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ്സിൽ കുറച്ച് പിസ്ത ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് ഡ്രൈ റോസസും സൈഡിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോയ്ക്കൊരു എഡിബിളായിട്ടുള്ള ഡ്രൈ റോസസാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു കേക്കിന് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടാണ് നമ്മൾ ടോപ്പിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതല്ല നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടും ഈ ഒരു കേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേഷനെല്ലാം നമ്മുടെ ഐഡിയ പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഈ ഒരു കേക്ക് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു കേക്ക് മെയിനായിട്ടും ടെൻഡർ കോക്കനട്ടിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന വളരെ മോയിസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കട്ട് ചെയ്യുമ്പോഴുള്ള കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ വെറൈറ്റീസ് ആയിട്ടുള്ള കേക്ക്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോസിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.